ഹലോ, ഞങ്ങളങ്ങനെയാണെങ്കിലേ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞാണേ ഞങ്ങൾ ക്രിക്കറ്റ് കളി കാണാൻ പോകും. എവിടാന്നറിയോ? ബാ, കാണിച്ചു തരാം. അടിപൊളി, തകർത്ത് ഞാനും ആരണം കൂടെ. പോകുവാണേ, പോയിട്ട് വരാമേ. സൂപ്പർ അടിപൊളിയാ, കണ്ട് നോക്ക്, അപ്പോൾ അറിയാം. ആഹാ, ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു റിട്ടേൺ ട്രിപ്പ് ഓട്ടോ പിടിച്ച് കളത്തിപ്പടി വന്നു. കളത്തിപ്പടി വന്നിട്ട് ഞങ്ങൾ ബസ് നോക്കി നിൽക്കുക കേട്ടോ. അപ്പോൾ ദാ ബസ് സ്റ്റോപ്പിൻ്റെ അപ്പുറത്ത് ഒരു 4-5 ചക്ക കൊണ്ട് ആരോ വെച്ചിരിക്കുന്നു. ഞാൻ അതേ തന്നെയായിരുന്നു എൻ്റെ നോട്ടം. എനിക്ക് ചക്കപ്രാന്തല്ലേ, ആരാണോ അങ്ങനെ വെച്ച്. ഞങ്ങൾ കളത്തിപ്പടിയിൽ നിന്ന് ബസ്സിൽ കയറി ടൗണിലിറങ്ങി. ടൗണിൽ നിന്ന് ഒരു ബസ്സിൽ കയറി കോടിമതയിൽ ലുലു മോളിൽ പോയി. 2 ബസ് കയറി പോകണം. 6 കിലോമീറ്റർ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 3 കിലോമീറ്റർ, ടൗണിൽ നിന്ന് 3 കിലോമീറ്റർ, അങ്ങനെ 6 കിലോമീറ്റർ. സൂപ്പറായിട്ടോ, ബസ് പോക്കൊക്കെ ഒരു രസമാണ്. അങ്ങനെ അതാ ലുലു മോൾ എത്തിയേ. 6 മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് പോയത്. അവിടെ ഒരു 6:30 ആയപ്പോഴത്തേക്ക് എത്തി കേട്ടോ. അങ്ങനെ ആദ്യമേ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഹൈപ്പർ മാർക്കറ്റിൽ കയറും. ഞങ്ങൾ ആവശ്യമില്ലാത്ത ഒന്നും എടുക്കത്തില്ല, ചുമ്മാ വാരി വലിച്ചൊന്നും. ഞങ്ങൾക്ക് ആവശ്യം വീട്ടിൽ എന്നാണോ തീർന്നിരിക്കുന്നത് അത് മാത്രം. ഞങ്ങൾക്ക് ഒരു 2 പേസ്റ്റും 2 സോപ്പും മതിയായിരുന്നു. കുഞ്ഞു അന്നേരം ഒരു എന്താ പറയുന്നത്, ഫേസ് വാഷ് എടുത്തു, അത്രയേ ഉള്ളൂ. പിന്നെ ഇതാണ് രസം, ക്രിക്കറ്റ് കളി. എൻ്റെ അമ്മോ, ഇവിടെ ഫുഡ് കോർട്ടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഫുഡ് കോർട്ടാണ്. അവിടെ ഇരിക്കുമ്പം ഈ സൈഡിലായിട്ട് ഇങ്ങനെ വന്നിരിക്കുമ്പോൾ കറക്റ്റായിട്ട് TV കാണാം. നല്ല സൂപ്പറായിട്ട് ക്രിക്കറ്റ് കണ്ടു. എന്തോ മനുഷ്യരാണെന്നറിയാമോ താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ വട്ടത്തിൽ നിൽക്കുന്നത്. എൻ്റെ പൊന്നോ, ഞങ്ങളതെല്ലാം മൊത്തം ആൾക്കാരെയും വീഡിയോ പിടിച്ച്. ഭയങ്കര ജനമാണ് കേട്ടോ. ലാസ്റ്റ് ഇതിപ്പം തുടക്കത്തില്ല, ലാസ്റ്റ് തീരാറായപ്പോൾ എൻ്റെ പൊന്നോ എന്തൊരു ആളായിരുന്നെന്നറിയാം. അതുപോലെ കൂവിച്ചേയായിരുന്നു ലാസ്റ്റത്തെ ആ ഒരൊറ്റ ഇതിന്. എൻ്റെ പൊന്നോ, നന്നായിട്ട് എൻജോയ് ചെയ്തു. നല്ല രസമായിരുന്നു കേട്ടോ. ഞങ്ങൾ ബ്രോസ്റ്റഡ് വാങ്ങിച്ചു, പിന്നെ കുറച്ച് സാലഡൊക്കെ, ഫ്രൂട്ട് സാലഡ് മീൻസ് ഫ്രൂട്ട്സ് അരിഞ്ഞ് വെച്ചിരിക്കുന്നതും, പിന്നെ കുറച്ച് പയറും അതും ഇതൊക്കെ പുഴുങ്ങിയതും അങ്ങനെയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ കഴിച്ചു. ഞങ്ങൾ അങ്ങനെയൊക്കെ കഴിക്കത്തുള്ളൂ, ഇഷ്ടം അങ്ങനത്തെയാണ് ഇഷ്ടം. അങ്ങനെയൊക്കെ കഴിച്ചു. വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടായിരുന്നു, അല്ലെ പിന്നെ ജ്യൂസൊക്കെ വാങ്ങിക്കേണ്ടി വരും. പെപ്സി ഒന്നും കുടിക്കുന്ന വയറിന് അഴുക്കല്ല, അതുകൊണ്ട് അതും മേടിക്കത്തില്ല. പിന്നെ അങ്ങനെ എന്തായാലും അടിപൊളിയായിട്ട് ഞങ്ങൾ ആകെപ്പാട് 2 പേസ്റ്റും ഒരു ഫേസ് വാഷും 2 സോപ്പും, പിന്നെ വാങ്ങിച്ചത് ഫ്രൂട്ട്സ് കുറേ വാങ്ങിക്കും. വിലക്കുറവിൻ്റേത് മാത്രം കേട്ടോ, വിലയുള്ള ഒന്നും മേടിക്കത്തില്ല. എന്നിട്ട് ഫ്രൂട്ട്സ് വെറൈറ്റി എല്ലാം ഓരോന്ന് 2 എണ്ണം പെറുക്കി എടുത്താൽ മതിയല്ലോ, ഓരോ കിലോ ഒന്നും വാങ്ങിക്കണ്ടല്ലോ. ഓരോന്ന് 2 എടുത്താൽ തന്നെ ഞങ്ങൾക്കൊരു 2 ആഴ്ച കഴിച്ചാൽ തീരുവല്ലാത്ത ഫ്രൂട്ട്സ് കാണും. പിന്നെ വെജിറ്റബിൾസ് അതൊരു മാസത്തേക്ക് റാപ്പ് ചെയ്ത് വെച്ചേക്കുന്ന പ്ലാസ്റ്റിക് കളയാതെ അതിനകത്ത് തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ 1 മാസം ഇരുന്നോളും. എല്ലാവർക്കും അതിശയം, എങ്ങനെ ഞാനത് കേടുകൂടാതെ വെക്കുന്നതെന്ന്. അങ്ങനെ നമുക്ക് ചാറ് വെക്കാനും തോരൻ വെക്കാനും മെഴുക്കുവരട്ടി വെക്കാനും സാമ്പാറും അവിയലിനും എല്ലാം ഉള്ളത്. അവിയലിനുള്ള ഞാൻ എടുക്കാറില്ല, കാരണം ഇവിടെ ചെറുക്കം കൂട്ടുമല്ലേ, ഇനി ഞാൻ ഒറ്റയ്ക്ക് മടുപ്പ്. സാമ്പാർ ഇഷ്ടമാണ്. അതിൻ്റെ മുരിങ്ങക്കോൽ അമ്മ തന്നു വിട്ടിട്ടുണ്ട്. തക്കാളി ഉണ്ട് ഇവിടെ, വെള്ളരിക്ക അന്നേരം ഒരു കുഞ്ഞതെടുത്തു. അങ്ങനെ പിന്നെ മോരിനകത്തിട്ട് കുമ്പളങ്ങ അതിന് വേണ്ടി വാങ്ങിക്കും. പിന്നെ കുക്കുംബർ വാങ്ങിക്കും, ക്യാരറ്റ് വാങ്ങിക്കും, കിഴങ്ങ്, സവാള, പച്ചമുളക്, ചെറിയ ഉള്ളി. ഇതൊക്കെ വിലക്കുറവുള്ള മാത്രമേ വാങ്ങിക്കത്തുള്ളൂ, അല്ലേ വാങ്ങിക്കത്തില്ല. ലുലുമോളിൽ പോകുമ്പം വിലക്കുറവിനല്ലേ പോകുന്നത്, അങ്ങനെയുള്ളത് മാത്രം എടുക്കും. 1 മാസത്തേക്കുള്ള പച്ചക്കറിയും ഫ്രൂട്ട്സും വാങ്ങിച്ചു വെക്കും. ക്യാബേജ്, കോളിഫ്ലവർ,
പിന്നെ മഷ്റൂം, അതൊക്കെ ഒറ്റയടിക്ക് ഇവിടെ പോവുകയാണെങ്കിൽ 26 രൂപ വണ്ടിക്കൂലി മുടക്കി, അങ്ങോട്ട് തിരിച്ചിങ്ങോട്ട് 26 രൂപ മുടക്കി, അങ്ങനെ നമുക്ക് ഇത്രയും സാധനങ്ങൾ ഫ്രഷ് നമ്മുടെ ആവശ്യത്തിന് മാത്രം പെറുക്കിയെടുക്കാം. കണ്ടമാനം ഒന്നും എടുക്കണ്ട. നമുക്ക് ഇപ്പോൾ 2 ബീൻസ് വേണം, 2 ബീൻസ്. ഞങ്ങൾ വേറെ ഒരു മുട്ടപ്പഴം 2 എണ്ണം എടുത്തു, 2 പാഷൻ ഫ്രൂട്ട്, 6 കുഞ്ഞ് ലിച്ചി പോലത്തെ ഒരു മഞ്ഞ ലിച്ചി പോലത്തെ ഒരു സാധനമുണ്ട്, അത് എടുത്തു, 6 എണ്ണം. ഭയങ്കര വിലയുള്ളതായിരുന്നു, ഞങ്ങൾ കഴിച്ചിട്ടില്ലാത്ത സാധനമായതുകൊണ്ട്. കുഞ്ഞിതാ, പ്ലമ്മിൻ്റെ വലിപ്പം പോലും ഇല്ലാത്ത അത് ഞങ്ങളെടുത്ത് 6 എണ്ണം. അങ്ങനെയൊക്കെ നമുക്ക് ആവശ്യമുള്ള പെറുക്കി എടുത്താൽ മതി. കണ്ടമാനം 1 കിലോയും 10 കിലോയും വാങ്ങിക്കണമെന്നൊന്നും ഇല്ല. സവാള വിലക്കുറവായിരുന്നു, ഉള്ളി വിലക്കുറവായിരുന്നു, വെളുത്തുള്ളി വിലക്കുറവായിരുന്നു, അങ്ങനെയെല്ലാം. പിന്നെ ഒരു ചോളം, എനിക്കത് പുഴുങ്ങി ഇങ്ങനെ മുളകും ഉപ്പും തേച്ച് കഴിക്കാൻ, ഇച്ചിരി ബട്ടറും തേച്ച് കഴിക്കാൻ ഇഷ്ടം. അങ്ങനെ ഇതേ ലാസ്റ്റത്തെ ആൾ കണ്ടോ, ഫുള്ള് ഫസ്റ്റ് ഫ്ലോറും ഗ്രൗണ്ട് ഫ്ലോറും നിറച്ച ആളാണ്. അങ്ങനെ ഞങ്ങൾ കളിയൊക്കെ ജയിച്ച് പിന്നെ തിരിച്ച് ഒരു ഓട്ടോ പിടിച്ചാൽ പോകുന്നത്. 10:30 ആയായിരുന്നു. സമയം പോയത് അറിഞ്ഞില്ല ക്രിക്കറ്റ് കളിയൊക്കെ കണ്ടിട്ട്. അപ്പോൾ എന്തായാലും ആസ്വദിച്ചു. ഗുഡ് നൈറ്റ്.